സമാധാനം പുലരുന്നുവെന്ന വലിയ പ്രതീക്ഷയോടെയാണ് ഇത്തവണ ഭൂലോകം തുടങ്ങുന്നത്. സമാധാന ചർച്ചകളുടെ ഒന്നാം ഘട്ടം വിജയിച്ചിരിക്കുന്നു. പക്ഷേ മധ്യസ്ഥനായ ട്രംപിന് പ്രതീക്ഷിച്ച ആ സമാധാന നൊബേൽ ലഭിച്ചില്ല. സ്വപ്നങ്ങളുടെ വലിയ കൂമ്പാരമാണ് തകർന്നു വീണത്. അതിനിടെ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷമുള്ള രണ്ടാമത്തെ റഷ്യ മധ്യേഷ്യൻ ഉച്ചകോടി ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. അതേസമയമാകട്ടെ അതീവ രഹസ്യമായി പാകിസ്ഥാൻ അമേരിക്കയുമായി ചേർന്ന് ചില രഹസ്യ നീക്കങ്ങളും നടത്തുന്നു. കൗതുകമാണ് ലോകരാഷ്ട്രീയം വീക്ഷിക്കുന്നത്. സ്വാഗതം ഭൂലോകത്തിലേക്ക്. നിലയ്ക്കാത്ത വെടിയൊച്ചകൾക്കിടയിൽ അകലെ എവിടെ നിന്നോ സമാധാനത്തിന്റെ സൈറൻ മുഴങ്ങുന്നുണ്ട്. 2 വർഷം നീണ്ടുനിന്ന നിലവിളികൾക്ക്, ചോര കട്ടപിടിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള കൊടും ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിച്ചവരാണ് നമ്മൾ. ആ യാതന അനുഭവിച്ചവരാണ് ഗാസ ജനത. സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷ വാർത്തയാണ് ഈജിപ്തിലെ കെയ്റോയിൽ നിന്ന് വരുന്നത്. ഗാസ സമാധാന ചർച്ചയുടെ ഒന്നാം ഘട്ടം പരിപൂർണ വിജയം. ഗാസയുടെ ആകാശത്തെ തീമഴ തോർന്നു. വെടിനിർത്തൽ കരാറിന്റെ ആദ്യ ഘട്ടം പ്രാബല്യത്തിലായിരിക്കുന്നു. ഹമാസും ഇസ്രയേലും സമാധാന കരാർ അംഗീകരിച്ചു. മന്ത്രിസഭായോഗം ചേർന്നാണ് ഇസ്രയേൽ കരാറിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇസ്രയേലി ബന്ദികളെ തിങ്കളാഴ്ചയോടെ മോചിപ്പിക്കുമെന്നാണ് ധാരണ. 24 മണിക്കൂറിനുള്ളിൽ ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറുമെന്നാണ് വിവരം. അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഈജിപ്തിലെ കെയ്റോയിൽ ഇസ്രയേലി പ്രതിനിധികളും ഹമാസ് പ്രതിനിധികളും US ഖത്തർ മധ്യസ്ഥർക്കൊപ്പം ഇരുന്ന് ധാരണയിൽ എത്തുകയായിരുന്നു. ആദ്യഘട്ട ധാരണ പ്രകാരം ഹമാസിന്റെ തടവിലുള്ള ഇസ്രയേലുകാരെയും ഇസ്രയേലിലുള്ള പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കണമെന്നാണ് വ്യവസ്ഥ. ഗാസ സിറ്റി, ഖാൻ യൂനിസ്, റഫ, വടക്കൻ ഗാസ എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്രയേൽ സേന പിന്മാറണം. മോചിപ്പിക്കേണ്ട ബന്ദികളുടെയും തടവുകാരുടെയും പട്ടിക കഴിഞ്ഞ ദിവസം ഇരുവിഭാഗവും കൈമാറിയിരുന്നു. ഗാസയിലെ യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ട 1700 പലസ്തീൻകാർക്കു പുറമെ ദീർഘകാല തടവ് അനുഭവിക്കുന്ന 250 പേരെയും വിട്ടയക്കണമെന്നുള്ള ഹമാസ് ആവശ്യവും അംഗീകരിക്കപ്പെട്ടിരുന്നു. ഇസ്രയേലിലും പലസ്തീനിലും എങ്ങും ആഹ്ലാദ പ്രകടനമാണ്. ട്രംപിന്റെ വാക്കിലും ഭാവത്തിലുമുണ്ട് സന്തോഷത്തിന്റെ അലതല്ലൽ. ട്രംപിനെ സംബന്ധിച്ച് തന്റെ രാഷ്ട്രീയ വിജയമാണ്. 2ാം തവണ അധികാരമേറുമ്പോൾ ട്രംപിന്റെ വാഗ്ദാനമായിരുന്നു താൻ ഇടപെട്ട് ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുമെന്ന്. ആദ്യഘട്ടം വിജയിച്ചിരിക്കുന്നു. പക്ഷേ ട്രംപിന്റെ അവകാശവാദങ്ങളെല്ലാം ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. പദ്ധതി പൂർണ്ണമായും സഫലമാക്കുക അത്ര എളുപ്പമല്ല. ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ കാണാതിരിക്കാനാകില്ല. നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ബന്ധത്തിന്റെ ശക്തി തെളിയിക്കുക കൂടിയായിരുന്നു സമാധാന ധാരണയോടുള്ള നെതന്യാഹുവിന്റെ വഴങ്ങൽ. ഹമാസിന്റെ എല്ലാ പ്രവർത്തകരെയും ഉന്മൂലനം ചെയ്യുന്നതുവരെ യുദ്ധത്തിന് അയവ് വരുത്തില്ലെന്ന നിലപാടിൽ നിന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പിന്നോട്ടു പോയിരിക്കുന്നത്. ഹമാസിന്റെ നിരായുധീകരണം മാത്രമാണ് ഇപ്പോൾ പ്രധാന ആവശ്യം. അത് അംഗീകരിക്കപ്പെടുമെന്നാണ് ധാരണ. പക്ഷേ വ്യക്തമായ ഉറപ്പുണ്ടായിട്ടില്ല. പക്ഷേ കരാർ വരികൾക്കിടയിൽ വായിക്കാതെ തന്നെ മനസ്സിലാകും ട്രംപിന്റെ നേതൃത്വത്തിൽ രൂപകൽപ്പന ചെയ്ത ധാരണ ഇസ്രയേലിനെ പരോക്ഷത്തിൽ സഹായിക്കുന്നത് തന്നെയാണെന്ന്. ട്രംപ് നേതൃത്വം നൽകുന്ന ബോർഡ് ഓഫ് പീസ് പലസ്തീന്റെ അധികാരം ഏറ്റെടുക്കുമെന്നതാണ് ഗാസ പദ്ധതിയിലെ ഒരു വ്യവസ്ഥ. ട്രംപിനൊപ്പം വിദേശ പ്രതിനിധികൾ ഉണ്ടാകും.
പലസ്തീനിൽ നിന്നാകട്ടെ ടെക്നോക്രാറ്റുകൾ മാത്രം. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര പലസ്തീൻ വിദൂര സ്വപ്നങ്ങളിൽ പോലുമില്ല. ഹമാസിന്റെ നിരായുധീകരണം നടപ്പായി കഴിഞ്ഞാൽ നെതന്യാഹു ഗാസ പിടിച്ചെടുക്കാനുള്ള തന്റെ തന്ത്രവുമായി വീണ്ടും ഇറങ്ങുമോ എന്ന ആശങ്ക അവിടെ അവശേഷിക്കുന്നുമുണ്ട്. ഇസ്രയേലി സൈന്യം എത്രത്തോളം പ്രദേശം വിട്ടു നൽകുമെന്നത് ഇപ്പോഴും വ്യക്തമല്ല. ചില മേഖലകളിൽ നിന്നുള്ള പിന്മാറ്റത്തിന് മാത്രമാണ് ഇപ്പോൾ അംഗീകാരം. ഗാസയുടെ പകുതിയിലധികം പ്രദേശങ്ങൾ തങ്ങൾ കൈവശം വെച്ചേക്കുമെന്ന നിലപാടിലാണ് ഇസ്രയേലി സൈന്യം. അപ്പോൾ നേരത്തെ സംഭവിച്ചതുപോലെ ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരുപക്ഷെ ആഴ്ചകളോ മാസങ്ങളോ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തൽ കരാറായി ഇത് മാറുമോ എന്ന സംശയം നിലനിൽക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ 2023 നവംബറിലെയും 2025 ജനുവരിയിലെയും വെടിനിർത്തൽ കരാറിനേക്കാൾ പ്രതീക്ഷ വയ്ക്കാവുന്നതുമാണ്. പക്ഷേ ഇനി ട്രംപിന്റെ ഇടപെടൽ വരാൻ പോകുന്ന, അതായത് 2026 നൊബേൽ സമ്മാനം സ്വപ്നം കണ്ടുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് പോയെങ്കിൽ മാത്രമേ, അത്രത്തോളം ആത്മാർത്ഥമായ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഗാസയിൽ സമാധാനം പുലരൂ. അതിന് ദീർഘകാല ഇടപെടൽ ആവശ്യമാണ്. പ്രാദേശിക ശക്തികളുടെ പിന്തുണയും വേണം. ബന്ദിമോചനം എന്ന ഇസ്രയേലിന്റെ ഏറ്റവും പ്രാഥമിക ആവശ്യം നടന്ന ശേഷം കണ്ടറിയാം കരാർ എത്രത്തോളം നടപ്പാകുന്നുവെന്ന്. യുദ്ധം അവസാനിച്ചാലും ഇസ്രയേൽ സേന ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയാലും ഗാസയെ കാത്തിരിക്കുന്നത് പ്രതിസന്ധികളും വെല്ലുവിളികളും തന്നെയായിരിക്കും. പ്രധാനമായും പുനർനിർമ്മാണം, നിയമക്രമ പ്രശ്നങ്ങൾ, അതിജീവിച്ചവരുടെ മാനസികാഘാതം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളാവും ഗാസയെ ഭീകരമായ തോതിൽ ബാധിക്കാൻ പോകുന്നത്. യുദ്ധത്തിന്റെ കെടുതികൾക്ക് ശേഷം ഒരു സുസ്ഥിരമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഗാസ അതിജീവിക്കുമോ? യുദ്ധം അവസാനിച്ചാലും ഗാസയിലെ ജനങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വംശഹത്യയുടെ ആഴത്തിലുള്ള ആഘാതമാണ്. കുടുംബാംഗങ്ങളും വീടും ഭാവിയും നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ ദുരന്തം ഉൾക്കൊള്ളാൻ പോലും സമയം ലഭിച്ചിട്ടില്ല. ഈ കൂട്ടായ മാനസികാഘാതം സമീപകാലത്ത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലുതാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് നടത്തിയ പല സർവേകളിലും ഗാസയിലെ 4-ൽ 3 കുട്ടികളും വിഷാദം, ഭയം, ദുഃഖം എന്നിവയോടെയാണ് ജീവിച്ചിരുന്നതെന്ന് വ്യക്തമാക്കുന്നു. ഇപ്പോൾ യുദ്ധത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട 17,000-ത്തിലധികം കുട്ടികൾ ഗാസയിലുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു വംശഹത്യയാകുന്നത്. ഇവർക്ക് സുരക്ഷിതമായ ഒരു ഭാവി ഉണ്ടാകുമോ എന്നത് അനിശ്ചിതത്വത്തിലാണ്. ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ ഗാസയെ വീണ്ടും വാസയോഗ്യമാക്കുക എന്നത് അതീവ ദുഷ്കരമായ ദൗത്യമാണ്. ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഗാസയിലെ 90% കെട്ടിടങ്ങളും നശിപ്പിക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. ആശുപത്രികൾ, സർവകലാശാലകൾ, മറ്റു കെട്ടിടങ്ങൾ എന്നിങ്ങനെ എല്ലാം തന്നെ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഗാസയുടെ പുനർനിർമ്മാണത്തിന് $50 ബില്യൺ ആവശ്യമായി വരും. പ്രദേശം വീണ്ടും താമസയോഗ്യമാക്കാൻ കുറഞ്ഞത് 15 വർഷമെങ്കിലും എടുത്തേക്കാം. യുദ്ധാനന്തരമുള്ള രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ ഗാസയിൽ പുതിയ സുരക്ഷാ പ്രശ്നങ്ങൾക്കും വഴി തുറന്നേക്കാം. ഭരണപരമായ പ്രതിസന്ധികളും വിഭാഗീയതയുമെല്ലാം ഗാസയെ കാത്തിരിക്കുന്നുണ്ട്. വെടിനിർത്തൽ വ്യവസ്ഥകളിൽ പറയുന്നതുപോലെ ഹമാസ് അധികാരമൊഴിഞ്ഞാൽ ഗാസ നിയമവാഴ്ചയില്ലാത്ത ഒരവസ്ഥയിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ട്. നിലവിൽ ഹമാസ് സുരക്ഷാ കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം ഉറപ്പാക്കുന്നുണ്ടെന്നതാണ് അതിന്റെ കാരണം. മറ്റൊന്ന്, യുദ്ധസമയത്ത് ഇസ്രയേൽ മനഃപൂർവ്വം ഗാസയിൽ കവർച്ചാ സംഘങ്ങളെ വളർത്തിയിരുന്നു. ഇസ്രയേൽ പോയാൽ
ഈ സംഘങ്ങളെ പലസ്തീൻ സമൂഹം ഒറ്റപ്പെടുത്തുമെന്ന് കരുതുന്നുണ്ടെങ്കിലും താൽക്കാലികമായ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് ഇത് വഴിവെച്ചേക്കാം. അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ച പലസ്തീൻ അതോറിറ്റിയെ നിയന്ത്രിക്കുന്ന ഫത്തായും ഹമാസും തമ്മിലുള്ള തർക്കം വർദ്ധിച്ചേക്കാം. പ്രാദേശിക ശക്തികളുടെയോ ഇസ്രയേലിന്റെയോ പിന്തുണയോടെ നാടുകടത്തപ്പെട്ട ഫത്ത നേതാക്കൾ ഗാസയിലേക്ക് മടങ്ങിയെത്തിയാൽ പല സംഘർഷങ്ങൾക്കും ഇത് കാരണമായേക്കാം. 2007 ഹമാസ് ഫത്ത ആഭ്യന്തര യുദ്ധത്തിന്റെ സാധ്യതകൾ വീണ്ടും ഉയർന്നുവരാൻ പോലും സാധ്യതയുണ്ട്. ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചാലും ഗാസയുടെ ഭാവി എന്നത് അതിജീവിച്ചവരുടെ പ്രതീക്ഷയും രാഷ്ട്രീയ അനിശ്ചിതത്വവും തകർന്നടിഞ്ഞ ഭൗതിക സാഹചര്യങ്ങളും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടമായിരിക്കും. ഈ വെല്ലുവിളികൾ മറികടക്കാൻ പലസ്തീൻ ജനതയുടെ ഇച്ഛാശക്തി മാത്രം പോരാ, ശക്തമായ അന്താരാഷ്ട്ര ഇടപെടലും പിന്തുണയും അനിവാര്യമാണ്. 2025 സമാധാന നൊബേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. എത്ര നാളത്തെ ട്രംപിന്റെ കാത്തിരിപ്പാണ്, സ്വപ്നമാണ് ഒരു നിമിഷം കൊണ്ട് തകർന്നു വീണത്. ചെയ്തതും ചെയ്യാത്തതുമായ എത്രയോ കാര്യങ്ങൾ പാണനെ പോലെ പാടി പറഞ്ഞു നടന്നതാണ് ട്രംപ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പോലും താൻ ഇടപെട്ടാണ് അവസാനിപ്പിച്ചത് എന്ന് ഇന്ത്യ വിലക്കിയിട്ടും പോലും ട്രംപ് പറഞ്ഞു നടന്നു. ഗാസയിൽ സമാധാന സ്ഥാപകനായി അവതരിച്ചതും ഈ ഒരൊറ്റ മോഹം ഉള്ളിൽ വെച്ചാണ്. പക്ഷേ സമാധാനത്തിനുള്ള നൊബേൽ കിട്ടാൻ ഈ പോരാട്ടം മതിയാകില്ലെന്ന് നൊബേൽ കമ്മിറ്റി വിലയിരുത്തി. മുതൽ തുടങ്ങിയ ആഗ്രഹമാണ്. പക്ഷേ പരസ്യമായി ആ ആഗ്രഹം പ്രകടിപ്പിച്ചു തുടങ്ങിയത് 2018 മുതൽ. ജനുവരിയിൽ വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ട്രംപ് സമാധാന നോബേലിനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയത്. താൻ ഇടപെട്ട നിരവധി യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഈ വർഷത്തെ സമാധാന പുരസ്കാരം നേടാൻ താൻ അർഹനാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുകയും ചെയ്തു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടത് തന്റെ ഇടപെടലിലൂടെയാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു. കൂടാതെ ഇസ്രായേൽ ഇറാൻ സംഘർഷം, അർമേനിയ അസർബൈജാൻ പ്രതിസന്ധി, കോങ്കോ റുവാണ്ട സംഘർഷം, കൊസോവ സെർബിയ പ്രശ്നങ്ങൾ, കംബോഡിയ തായ്ലൻഡ് കോൺഫ്ലിക്ട് തുടങ്ങിയ രാജ്യാന്തര പ്രശ്നങ്ങൾ പരിഹരിച്ചതിനും ട്രംപ് അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ഒടുവിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധവും നോബേലിനായി പാകിസ്ഥാൻ, ഇസ്രായേൽ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ശുപാർശയും ചെയ്തു. മാത്രമല്ല, തന്റെ മുൻഗാമി ബരാക് ഒബാമയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചതിനെയും ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചിരുന്നു. യാതൊന്നും ചെയ്യാതിരുന്നതിനാണ് ഒബാമയ്ക്ക് പുരസ്കാരം ലഭിച്ചതെന്നായിരുന്നു ട്രംപിന്റെ പരിഹാസം. വെനസ്വേല പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് ഇത്തവണത്തെ സമാധാന നൊബേൽ പുരസ്കാരം ലഭിച്ചത്. വെനസ്വേലയിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിനാണ് ജനാധിപത്യ അവകാശ പ്രവർത്തകയായ മരിയെ പുരസ്കാരം തേടിയെത്തിയത്. സമാധാനത്തിന് നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന 20ാമത്തെ വനിത കൂടിയാണ് മരിയ കൊറീന. വെനസ്വേലയുടെ ഉരുക്കു വനിത എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. നിസ്സഹായരായ ആളുകൾക്ക് വേണ്ടി പോരാടിയ വനിത എന്നാണ് നോർവീജിയൻ നൊബേൽ കമ്മിറ്റി മരിയെ വിശേഷിപ്പിച്ചത്. തനിക്ക് ലഭിച്ച അംഗീകാരം വെനസ്വേലയിലെ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്കും തങ്ങളുടെ പോരാട്ടത്തിന് പിന്തുണ നൽകുന്ന US പ്രസിഡന്റ് ട്രംപിനും സമർപ്പിക്കുമെന്നും സമാധാന നൊബേൽ ജേതാവ് മരിയ കൊറീന മച്ചാഡോ പ്രതികരിച്ചു. മുൻകാല വിജയികളുടെ ധീരതയും സത്യസന്ധതയുമാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ കമ്മിറ്റിക്ക് പ്രചോദനമായതെന്ന് നൊബേൽ കമ്മിറ്റി അധ്യക്ഷൻ യോർഗൻ വെർട്സ്നെ ഫ്രിൻസ്നെസ് പറഞ്ഞു. എല്ലാ തരത്തിലുള്ള പ്രചാരണങ്ങളും മാധ്യമ ശ്രദ്ധയും നൊബേൽ കമ്മിറ്റി കണ്ടിട്ടുണ്ടെന്നും ട്രംപിനായുള്ള വൈറ്റ് ഹൌസിന്റെ നീക്കങ്ങളെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ നൊബേൽ കമ്മിറ്റിയെ രൂക്ഷ വിമർശനവുമായി വിമർശിച്ച വൈറ്റ് ഹൌസ് രംഗത്തെത്തി. സമാധാനത്തിനുപരിയായി രാഷ്ട്രീയത്തിനാണ് നൊബേൽ പുരസ്കാര സമിതി പ്രാധാന്യം കൽപ്പിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു.
എന്നാൽ ഡൊണാൾഡ് ട്രംപ് വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. എന്താകും ട്രംപിന്റെ പ്രതികരണം എന്നത് കേൾക്കാൻ ലോകരാജ്യങ്ങൾ കാത്തിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് പരിശ്രമം അപ്പോൾ ഇനിയും തുടരണം. എല്ലാ വർഷവും ഉണ്ടല്ലോ നൊബേൽ. അപ്പോൾ ഇനി 2026 നോക്കട്ടെ. പക്ഷേ ഒരു വശത്ത് ഗാസ സമാധാന പദ്ധതി രൂപപ്പെടുത്തുകയും മറുവശത്ത് ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രയേലിന് അനുകൂല വീറ്റോ ചെയ്യുകയും ചെയ്യുന്നത് ശരിക്കും സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് ഭൂഷണമല്ലെന്ന് ട്രംപ് വിലയിരുത്തട്ടെ. സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷമുള്ള രണ്ടാമത്തെ റഷ്യ മധ്യേഷ്യൻ ഉച്ചകോടിയെ ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് ചൈനയും യൂറോപ്പുമെല്ലാം ഉറ്റുനോക്കുകയാണ്. അതിന് ചില കാരണങ്ങളുമുണ്ട്. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയുടെ സ്വാധീനം ക്ഷയിച്ചുവെന്നും അത് മുതലാക്കി മധ്യേഷ്യയിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാനുമാണ് ഈ രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത്. എന്നാൽ മധ്യേഷ്യയുടെ ഹൃദയം ഇപ്പോഴും റഷ്യയോട് ചേർന്ന് തന്നെ നിൽക്കുകയാണോ? അതോ ചൈന ഉൾപ്പെടെ സ്വപ്നം കാണുന്നത് പോലെ റഷ്യയെ മറികടന്ന് അത്ര എളുപ്പമാണോ മധ്യേഷ്യയിലേക്കുള്ള കടന്നുകയറ്റം? ഒരു നൂറ്റാണ്ടിലേറെയായി റഷ്യയുമായി സാംസ്കാരിക സാമ്പത്തിക ബന്ധങ്ങൾ പങ്കിടുന്നവരാണ് മധ്യേഷ്യൻ രാജ്യങ്ങൾ. കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, തുർക്കമിസ്ഥാൻ എന്നീ 5 രാജ്യങ്ങൾക്ക് സുരക്ഷ, വ്യാപാരം, വികസനം എന്നീ മേഖലകളിൽ നിന്ന് ഒരിക്കലും റഷ്യയെ അവഗണിക്കാൻ കഴിയില്ല. ദശലക്ഷക്കണക്കിന് റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ ഈ രാജ്യങ്ങളിലുണ്ട്. അതുപോലെ റഷ്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ തൊഴിലെടുക്കുന്നത് മധ്യേഷ്യയിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികളാണ്. ഈ സാമ്പത്തിക ആശ്രിതത്വം, സാംസ്കാരിക ബന്ധവും റഷ്യയെ മധ്യേഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയാക്കി നിലനിർത്തുന്നു. കസാക്കിസ്ഥാനിൽ റഷ്യ ആണവ നിലയം നിർമ്മിക്കാനൊരുങ്ങുന്നത് ഉൾപ്പെടെ വികസന പദ്ധതികൾ ഈ ബന്ധം അത്രത്തോളം ദൃഢമാണെന്ന് തെളിയിക്കുന്നതാണ്. മധ്യേഷ്യയുടെ പുരോഗതിയിൽ റഷ്യൻ സാങ്കേതിക വിദ്യയ്ക്കും നിക്ഷേപത്തിനും ഇപ്പോഴും നിർണായക സ്ഥാനവുമുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യൻ ആധിപത്യത്തിൽ ഈ 5 രാജ്യങ്ങൾ തങ്ങളുടെ നയതന്ത്രപരമായ നിലപാടുകൾ മെച്ചപ്പെടുത്താനും വ്യാപാരബന്ധം ശക്തിപ്പെടുത്താനും ഈ ഉച്ചകോടി ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈനയും യൂറോപ്പും മധ്യേഷ്യയിലെ വൻ പ്രകൃതി വിഭവങ്ങളിലേക്കും വിപണിയിലേക്കും അതിവേഗം കടന്നുകയറാൻ ശ്രമിക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ സുരക്ഷാ ആവശ്യങ്ങളും സാമ്പത്തിക ബന്ധങ്ങളും കാരണം റഷ്യയെ ഈ രാജ്യങ്ങൾക്ക് അവഗണിക്കാൻ സാധിക്കില്ല. ചൈനയും യൂറോപ്പും മധ്യേഷ്യൻ രാജ്യങ്ങളിൽ വൻ നിക്ഷേപങ്ങൾ നടത്താൻ തിരക്ക് കൂട്ടുന്നുണ്ടാകാം. എന്നാൽ സുരക്ഷാ മേഖലയിൽ റഷ്യയ്ക്കുള്ള അത്ര സ്വാധീനം മറ്റൊരു ശക്തിക്കുമില്ല. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ അസ്ഥിരമായി തുടരുമ്പോൾ ഈ രാജ്യങ്ങളുടെ അതിർത്തി സുരക്ഷ ഉറപ്പാക്കുന്നത് റഷ്യയുടെ സൈനിക സാന്നിധ്യവും കൂട്ടായ സുരക്ഷാ ഉടമ്പടികളുമാണെന്നതും ശ്രദ്ധേയമാണ്. തീവ്രവാദ ഭീഷണികളെ പ്രതിരോധിക്കുന്നതിൽ റഷ്യ വഹിക്കുന്ന പങ്ക് മധ്യേഷ്യൻ രാജ്യങ്ങൾ വിസ്മരിക്കില്ല. ചൈന ആയുധങ്ങൾ നൽകുന്നുണ്ടാകാം, യൂറോപ്പ് നിക്ഷേപം വാഗ്ദാനം ചെയ്യുന്നുമുണ്ടാകാം. പക്ഷേ ഒരു സമ്പൂർണ്ണ സൈനിക രാഷ്ട്രീയ സുരക്ഷാ കവചം നൽകാൻ റഷ്യയ്ക്ക് മാത്രമേ കഴിയൂ എന്നാണ് ഇതിന്റെ പ്രധാന കാരണം. കഴിഞ്ഞ വർഷത്തെ ഉച്ചകോടിയിൽ താജിക് പ്രസിഡന്റ് ഇമോമാലി റഹ്മോൻ റഷ്യയോട് കൂടുതൽ ബഹുമാനം കാണിക്കണമെന്നാവശ്യപ്പെട്ടത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു. റഷ്യൻ സ്വാധീനം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നോ ചൈനയെയോ യൂറോപ്പിനെയോ റഷ്യയ്ക്ക് പകരമായി പ്രതിഷ്ഠിക്കണമെന്നോ അവർ ആഗ്രഹിക്കുന്നില്ലെന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണിത്. മാത്രമല്ല, റഷ്യയുമായി വിശ്വാസം വളർത്തിയെടുക്കുന്നതിനും വ്യാപാര ബന്ധം വികസിപ്പിക്കുന്നതിനും വേണ്ടിയാണ് അവർ ഈ യോഗങ്ങളെ ഉപയോഗിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് തന്നെ നേരിട്ടെത്തി ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതും മധ്യേഷ്യൻ രാജ്യങ്ങളുടെ വികാരങ്ങളെ റഷ്യ വിലമതിക്കുന്നു എന്നതിന്റെ തെളിവാണ്. അതുകൊണ്ട് തന്നെ മധ്യേഷ്യയുടെ ഭാവി റഷ്യയുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്ന് ഒരിക്കൽ കൂടി ലോകത്തോട് വിളിച്ചു പറയുന്നതാകും ഈ ഉച്ചകോടി. പലസ്തീൻ മുതൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ തുടങ്ങി
ലോകമെമ്പാടും അമേരിക്കൻ ആധിപത്യം ക്ഷയിക്കുന്ന ഈ കാലഘട്ടത്തിൽ മധ്യേഷ്യയിലെ റഷ്യൻ സ്വാധീനം ഒരിക്കലും അധികാര മത്സരത്തിന്റെ ഭാഗമായി മാത്രം കാണരുത്. അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആത്മബന്ധത്തിന്റെ വ്യക്തമായ തെളിവാണ്. അതുകൊണ്ട് തന്നെ ദുഷാൻബെയിൽ നടക്കുന്ന ഈ ഉച്ചകോടി റഷ്യയുടെ സ്വാധീനം കൂടുതൽ ഊട്ടിയുറപ്പിക്കും. പാകിസ്ഥാന്റെയും അമേരിക്കയുടെയും ഒരു രഹസ്യ ഇടപാടാണ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം നാൾക്കുനാൾ ദൃഢമാകുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യ US ബന്ധം അല്പമൊന്ന് ഉലഞ്ഞു നിൽക്കുമ്പോൾ എത്രത്തോളം ആശങ്കാജനകമാണ് എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ആശ്ചര്യം എന്തെന്നാൽ ഈ രഹസ്യ ബന്ധത്തെ ചൊല്ലി പാകിസ്ഥാൻ ഉള്ളിൽ പോലും കലഹം കടുക്കുന്നു എന്നതാണ്. പാക് സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് പ്രതിപക്ഷം തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും അത്? എന്താണ് ആ രഹസ്യ ഇടപാട്? ഇന്ത്യക്ക് ഭീഷണിയാണോ ഈ നീക്കം? യുഎസിലേക്ക് അപൂർവ ധാതുക്കൾ കയറ്റി അയച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. സെപ്റ്റംബറിൽ യുഎസും പാകിസ്ഥാനുമായി നിർണായകമായ കരാറുകൾ ഒപ്പുവെച്ചിരുന്നു. ധാതുമേഖലയുടെ വികസനത്തിനും ധാതുക്കളുടെ പര്യവേഷണത്തിനുമാണ് കരാർ. $500 മില്യൺ ഇടപാടാണ്. അതിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നടന്നത്. പാകിസ്ഥാനിലെ ഫ്രോണ്ടിയർ വർക്ക്സ് ഓർഗനൈസേഷനുമായാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. US പാക് ബന്ധത്തിലെ ഏറ്റവും സുപ്രധാന ചുവടുവയ്പ്പാണിതെന്ന് US അധികൃതർ തന്നെയാണ് വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് ധാതുക്കളുടെ വാണിജ്യ മേഖലയിലേക്ക് കടന്നുവരാൻ സുവർണാവസരമൊരുക്കുന്ന കരാറാണിത്. പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. അതായത് നിലവിലുള്ള കൊടിയ സാമ്പത്തിക പ്രതിസന്ധി ഈ ഇടപാടിലൂടെ മറികടക്കാം എന്നതാണ് കരുതുന്നത്. ആഗോള ധാതു വിപണിയിൽ നിർണായക സ്ഥാനം പാകിസ്ഥാന് ഇനി ലഭിക്കുന്നതിനൊപ്പം കോടിക്കണക്കിന് രൂപയുടെ വരുമാനം പാകിസ്ഥാനിലേക്ക് ഒഴുകും. തൊഴിലവസരങ്ങൾ കുത്തനെ കുതിച്ചുയരും. രാജ്യത്തിന്റെ ഇതുവരെ ഉപയോഗിക്കാത്ത ധാതുശേഖരം ഏകദേശം $6 ട്രില്യൺ മൂല്യമുള്ളതെന്നാണ് കണക്കാക്കുന്നത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ പ്രകൃതി വിഭവങ്ങളുടെ പട്ടികയിൽ പെടുന്നതാണ്. ആന്റിമണി, കോപ്പർ കോൺസെൻട്രേറ്റ്, നിയോഡൈമിയം, പ്രസിയോഡൈമിയം തുടങ്ങിയ അപൂർവ ഭൂമി മൂലകങ്ങളാണ് കയറ്റി അയച്ചിരിക്കുന്നത് യുഎസിലേക്ക്. അമേരിക്കയുടെ റിഫൈനറികൾ ഉടൻ തന്നെ പാകിസ്ഥാനിൽ ഇനി സ്ഥാപിക്കപ്പെടും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആഗോള ധാതു വിപണിയെ നിലവിൽ നിയന്ത്രിക്കുന്ന പ്രബലമായ മറ്റ് ശക്തികളെ ആശ്രയിക്കേണ്ടി വരില്ല എന്നതാണ്. അവശ്യ അസംസ്കൃത വസ്തുക്കൾക്ക് ദുർബലരായ പാകിസ്ഥാനെ തന്നെ സമീപിക്കുന്നതാണ് അമേരിക്കയ്ക്ക് ഗുണമാവുക. പാകിസ്ഥാന്റെ എണ്ണപ്പാടങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള കരാറിൽ കൂടി ഇതിനൊപ്പം നേരത്തെ അമേരിക്ക ഒപ്പുവെച്ചിരുന്നല്ലോ. അങ്ങനെ എണ്ണ കയറ്റുമതിയിലും പാകിസ്ഥാൻ ഒരു പ്രധാന ശക്തിയായി ഉയരുമെന്നതാണ് പാക് പ്രതീക്ഷ. ഭാവിയിൽ ഇന്ത്യക്ക് പാകിസ്ഥാനെ എണ്ണയ്ക്കായി സമീപിക്കേണ്ടി വന്നേക്കാം എന്ന് പോലും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ സാഹചര്യമുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാൻ ഒരു കുതിച്ചു ചാട്ടത്തിന് ഒരുങ്ങുകയാണ് എങ്കിൽ എന്തിനാണ് പാകിസ്ഥാനുള്ളിൽ ഒരു വലിയ പ്രതിഷേധം ഉയരുന്നത്? പാകിസ്ഥാൻ പ്രതിപക്ഷം പാക് തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി ആരോപിക്കുന്നത് ഈ രഹസ്യ നീക്കത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് എന്നാണ്. അതായത് ഭാവിയിൽ പാകിസ്ഥാന് പ്രതികൂലമാകുന്ന നീക്കങ്ങളാണ് നടക്കുന്നത് എന്ന്. എന്തിനാണ് അമേരിക്കയുമായി ഒരു രഹസ്യ നീക്കം? കരാറും കയറ്റുമതിയുമൊക്കെ പാകിസ്ഥാന്റെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടണമെന്നാണ് PTI ഇൻഫർമേഷൻ സെക്രട്ടറി ഷെയ്ഖ് വഖാസ് അക്രം പറയുന്നത്. അശ്രദ്ധവും ഏകപക്ഷീയവും രഹസ്യവുമായ കരാറുകൾ രാജ്യത്ത് ഇതിനകം തന്നെ അസ്ഥിരമായിരിക്കുന്ന സാഹചര്യത്തെ കൂടുതൽ വഷളാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാനും 1965 ബ്രിട്ടീഷുകാർക്ക് ഇത്തരത്തിൽ വ്യാപാര സ്വാതന്ത്ര്യം നൽകിയത് ഒടുവിൽ കൊളോണിയൽ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചതും മനസ്സിൽ വേണമെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ
പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും സൈനിക തലവൻ അസിം മുനീറിന്റെയും ലക്ഷ്യം തങ്ങളുടെ രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. താൽക്കാലിക രാഷ്ട്രീയ വിജയത്തിന് വേണ്ടിയാണ് ട്രംപുമായി നേരിട്ട് ചർച്ച നടത്തി ഇരുവരും ഈ കരാറിലേക്ക് എത്തിയത്. ഒരു സൈനിക മേധാവി നേരിട്ട് വൈറ്റ് ഹൌസിലെത്തി പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുന്നത് പോലും ഇത് ആദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് രഹസ്യ നീക്കങ്ങളുണ്ടോ എന്ന ചർച്ചയും ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. ശരിക്കും പാകിസ്ഥാൻ മണ്ണ് അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുക്കുന്ന കരാർ തന്നെയാണ് നടന്നിരിക്കുന്നത്. വ്യാപാര സാമ്പത്തിക മേഖലയുടെ പരിപൂർണ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനിടെ പാകിസ്ഥാന്റെ ആണവ ശക്തിയുടെ നിയന്ത്രണവും അമേരിക്കയുടെ കയ്യിലാണെന്ന തരത്തിൽ ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട്. 2000ങ്ങളുടെ തുടക്കത്തിൽ CIA-യുടെ ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ പ്രവർത്തിച്ച ജോൺ കിറിയാക്കോ പറയുന്നത് പാകിസ്ഥാൻ അവരുടെ ആണവായുധങ്ങളുടെ കമാൻഡും നിയന്ത്രണവും ഒരു അമേരിക്കൻ ജനറലിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നാണ്. അതേസമയം പാകിസ്ഥാന്റെ തന്നെ സുരക്ഷാ വിദഗ്ധൻ ഇംതിയാസ് ഗുല്ല് പറഞ്ഞത് പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ നൂർഖാൻ വ്യോമതാവളം അമേരിക്കയുടെ നിയന്ത്രണത്തിലാണെന്നും മുതിർന്ന പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥർക്ക് പോലും അവിടേക്ക് പ്രവേശനമില്ലെന്നുമാണ്. അങ്ങനെയെങ്കിൽ ഇനിയൊരു സംഘർഷ സാഹചര്യം ഉണ്ടായാൽ അമേരിക്കയുടെ പരിപൂർണ സഹായം പാകിസ്ഥാന് ലഭിക്കില്ലേ എന്നതാണ് ചോദ്യം. ഇന്ത്യ ആകട്ടെ തീരുവ യുദ്ധത്തെ തുടർന്ന് അമേരിക്കയുമായി പഴയ സൗഹൃദം കാത്തുസൂക്ഷിക്കാത്ത സാഹചര്യവും. പക്ഷേ അമേരിക്കയോ അമേരിക്കയുടെ നിഴലാകാൻ നോക്കുന്ന പാകിസ്ഥാനെയോ ഇന്ത്യ ഭയക്കുന്നില്ല. റഷ്യ എന്ന വൻ ശക്തിയുടെ പിന്തുണയും ചൈനയോടുള്ള നിലവിലെ വർദ്ധിച്ചു വരുന്ന സൗഹൃദവും ഇന്ത്യ ഉൾപ്പെടുന്ന ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ മറ്റൊരു നിർണായക ശക്തിയാകാൻ കുതിക്കുന്നതുമൊക്കെ ഇന്ത്യയുടെ കരുത്ത് കൂട്ടുകയേയുള്ളൂ. എന്തായാലും ഈ നീക്കം പാകിസ്ഥാന്റെ ഏറ്റവും വലിയ രക്ഷാധികാരിയായ ചൈനയെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് CPECയുടെ മിനറൽ കോറിഡോർ ധാരണയോടുള്ള വഞ്ചനയാണ്. മാത്രമല്ല തങ്ങൾ ശത്രുപക്ഷത്ത് നിർത്തുന്ന അമേരിക്കയുമായുള്ള പാകിസ്ഥാന്റെ വർദ്ധിച്ചു വരുന്ന ബന്ധം ചൈനയെ ചൊടിപ്പിക്കുന്നുമുണ്ട്. ഇപ്പോൾ തന്നെ പാകിസ്ഥാനിലെ പല പദ്ധതികളും ചൈന നിർത്തിവെച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഒരിക്കലും ചൈനയെ പിണക്കാൻ ആഗ്രഹിക്കില്ല. ചൈനയെയും അമേരിക്കയും സൗദി അറേബ്യയും എല്ലാം ഒരുമിച്ചൊപ്പം നിർത്താനേ പാകിസ്ഥാൻ ശ്രമിക്കുകയുള്ളൂ എന്നതാണ് വിദേശകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരായുള്ളതായി കണക്കാക്കുമെന്ന വ്യവസ്ഥയടങ്ങിയ പ്രതിരോധ കരാറാണ് പാകിസ്ഥാൻ സൗദിയുമായി ഈയിടെ ഒപ്പിട്ടതെന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ അപ്പോഴും ഇന്ത്യയുമായി മികച്ച ബന്ധമാണ് സൗദിക്കുള്ളത്. ആ ബന്ധം വളർത്തുമെന്നും അത് പ്രാദേശിക സമാധാനം നിലനിർത്തുന്നതിൽ വലിയ സംഭാവന നൽകുമെന്നും സൗദിയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ഈ കരാറിന് പിന്നാലെ വ്യക്തമാക്കിയിരുന്നു. അതായത് പാകിസ്ഥാൻ ആരെയൊക്കെ ഒപ്പം നിർത്തി കരുത്തു കൂട്ടാൻ നോക്കിയാലും ഇന്ത്യയുടെ സുദൃഢമായ വിദേശ നയത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നത് വ്യക്തമാണ്. പക്ഷേ പാക് പ്രധാനമന്ത്രിയും സൈനിക തലവനുമായുള്ള ട്രംപിന്റെ തുടരെ ഉണ്ടായ കൂടിക്കാഴ്ചയിൽ മറ്റ് രഹസ്യ നീക്കങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നതാണ് ആശങ്ക. ശരിക്കും സമാധാനം ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യന്റെയും ജയമാണ് ഗാസയിലേത്. ജയമെന്നൊന്നും പറയാനാകില്ല. സർവ്വതും നഷ്ടപ്പെട്ട് തകർന്നടിഞ്ഞ കെട്ടിട കൂമ്പാരങ്ങൾക്കിടയിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യന് എന്ത് ജയപരാജയം? പക്ഷെ അവരിപ്പോൾ വലിയ ആശ്വാസത്തിലാണ്. ഒന്നും പഴയതുപോലെ അല്ലെങ്കിലും വരും തലമുറയ്ക്കെങ്കിലും സമാധാനത്തിന്റെ ഭാവി ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ്. അത് രാഷ്ട്രത്തലവന്മാരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായുള്ള പോരാട്ടത്തിനിടയിൽ പൊലിയാതിരിക്കട്ടെ. പുതിയ ലോക കാഴ്ചകളുമായി അടുത്ത വാരം കാണാം.